AB എന്നൊരു ലൈൻ വരച്ചു, അതിനെ ബൈസെക്റ്റ് ചെയ്തു. ഈ ബൈസെക്റ്റ് ചെയ്തത് വെറുതെ ഒരു ലൈൻ, സ്ലാൻഡിങ് ലൈനെ ആയിട്ട് ഇതിനെ ബൈസെക്റ്റ് ചെയ്തു. ഈ ABയെ ബൈസെക്റ്റ് ചെയ്തു സിയും ഡിയുമായിട്ട്. അപ്പോൾ ഇതിന് ഒരു വലിയ ആംഗിളും ഒരു ചെറിയ ആംഗിളും നമുക്ക് കിട്ടും. അങ്ങനെ 4 ആംഗിളുകളാണ് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു. അതിൽ ചെറിയ ആംഗിൾ 55 ആണെങ്കിൽ മറ്റേ ആംഗിള് 180യിൽ നിന്ന് 55 കുറയ്ക്കുമ്പോൾ നമുക്ക് 125 ഡിഗ്രി എന്ന് വരും. അപ്പോൾ ഈ ആംഗിള് 125 ഡിഗ്രിയാണ്. അപ്പോൾ ഇപ്പുറത്തെ ആംഗിള്, ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇത് ഓപ്പോസിറ്റ് ആംഗിളാണ്, ഇത് 55 ഡിഗ്രിയാണ്. ഈ ആംഗിൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 125 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും ലീനിയർ പെയറാണ്, ഇത് രണ്ടും ലീനിയർ പെയറാണ്, ഇത് രണ്ടും ലീനിയർ പെയറാണ്, ഇത് രണ്ടും ലീനിയർ പെയറാണ്. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടും, ഇത് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടും, ഇത് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടും. അത് സ്ലാൻഡിങ് ആയിട്ട് വരച്ചിരിക്കുന്ന ഒരു ലൈൻ കൊണ്ട് ABയെ കട്ട് ചെയ്യുമ്പോൾ, ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആക്കുമ്പോൾ ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്കറിയാം ഓപ്പോസിറ്റ് 90 ഡിഗ്രിയാണ്, ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്, ഈ ആംഗിളും 90 ഡിഗ്രിയാണ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 360 കിട്ടും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 360 കിട്ടും. ഇനി അടുത്ത ഇത് ഞാൻ ഇന്നലെ പറഞ്ഞു, അത് മിഡ് പോയിന്റിൽ കൂടി കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് ഞാൻ വരച്ചത്. ഈ AB എന്ന് പറയുന്ന ലൈനിനകത്ത് എവിടെ കൂടെ വേണമെങ്കിലും നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. ഇത് നമുക്ക് മിഡ് പോയിന്റിൽ കൂടി ബൈസെക്ടർ വരയ്ക്കാൻ കാണിച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ 6 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു AB എന്ന് പറയുന്ന ലൈനിൻ്റെ മിഡ് പോയിന്റിൽ കൂടി ഒരു ബൈസെക്ടർ വരയ്ക്കാനാണ് പറയുന്നതെങ്കിൽ AB എന്ന് പറയുന്ന അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ട് എയിൽ നിന്നോ Bയിൽ നിന്നോ ഇതിന് നടുവിലെ പോയിന്റ്, അതായത് 3 സെൻറ്റിമീറ്ററിൽ ഒരു പോയിന്റ് എടുക്കുക. ആ പോയിന്റിൽ കുത്തി ഒരാർക്ക് വരയ്ക്കണം. ഇവിടെയും വരയ്ക്കണം. എന്നിട്ട് ഈ ആർക്കിൽ കുത്തി ഇവിടെ ഒരു ആർക്ക്, പിന്നെ ഇവിടെ കുത്തി ഇവിടെ ഒരു ആർക്ക്, എന്നിട്ട് ആ ആർക്കിൽ